ഇന്ന് നമ്മൾ ദാണ്ട് കപ്പ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദാണ്ട് നല്ല രീതിയിൽ വെന്തുടച്ച് വെച്ചേക്കുന്ന കപ്പയാണിത്. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിതെല്ലാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൊച്ചുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ആളാണിത് കാന്താരി മുളക് കേട്ടോ. എനിക്ക് പാൽക്കാന്താരിയാണ് കിട്ടിയേക്കുന്നത്, കാന്താരി മുളക് ചതച്ചതാണത്. പിന്നെ നമ്മുടെ രണ്ടാം പാൽ, ഒന്നാം പാൽ, ഇത്ര ഐറ്റമാണ് കേട്ടോ വേണ്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കപ്പയിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ചെറു തീയിലിട്ട് ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കാന്താരി മുളക് ചതച്ചതും കൊച്ചുള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് ചെറുതീയിൽ അവിടെ നിന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് വറക്കാനുള്ള ഐറ്റംസ് എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടുക, കൊച്ചുള്ളി ഇടുക, പിന്നെ വറ്റൽമുളക് ഇടുക കേട്ടോ. അവരെ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ മണം അങ്ങ് മാറിപ്പോകും ഈ ഒരുപാട് അങ്ങ് വറുത്ത് കോരിക്കഴിഞ്ഞാൽ. അപ്പം അതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ പാൽക്കപ്പ എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് ട്രൈ ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറവെല്ലാം കൂടി ഇടുക. ഇട്ട് നല്ല രീതിയിൽ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു കേട്ടോ. ഇതിനോട് നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോകളും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ടാറ്റ ബൈ.